തൃപ്രയാറിൽ നിന്ന് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. രാഗിൻ, തൃപ്രയാറിലും സമാനമായി തന്നെയാണ്. അതായത് നരേന്ദ്രമോദി എത്തുമ്പോൾ നരേന്ദ്രമോദിയെ കാണാനായി എത്തുന്ന ഒരുപാട് പേരുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കാണാനായി എത്തുന്ന ഒരുപാട് പേരുണ്ടാവും. പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തിരക്കും ഒക്കെ ക്ഷേത്രങ്ങളിൽ ഗുരുവായൂരിലാണെങ്കിലും തൃപ്രയാറിലാണെങ്കിലും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് തൃശ്ശൂരിലെ ജനത നരേന്ദ്രമോദിയുടെ ഈ വരവിനെ? ഏറെ ഐതിഹ്യപ്പെരുമയുള്ള ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോടൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പറും ഉൾപ്പെടെ നമുക്കൊപ്പമുണ്ട്. പ്രധാനമന്ത്രി വരികയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക്. എങ്ങനെയാണ് ഇത്? ഇന്നത്തെ രാവിലത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും അതുപോലെ തന്നെ സ്റ്റേറ്റ് പോലീസും മറ്റ് ജില്ലാ ഭരണാധികാരികളുടെയും നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു വരുന്നത്. ഇത് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി എത്തിച്ചേരുന്നതുകൊണ്ട് വളരെയധികം സന്തോഷകരവും അഭിമാനപൂർവ്വമായിട്ടുള്ളൊരു സന്ദർഭം കൂടിയാണ്. മറ്റുള്ള കാര്യങ്ങൾ അത് സെക്യൂരിറ്റി റിസ്ക് ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പാടില്ലാത്തതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ആ ഒരു സന്തോഷം ദേവസ്വം ബോർഡിനും അതുപോലെ തന്നെ ഇവിടെയുള്ള ജില്ലാ ഭരണകൂടത്തിനെല്ലാം ഉണ്ട്. അത് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, ഈ മീനൂട്ട് ഉൾപ്പെടെയുള്ള വഴിപാടുകൾ ഇവിടെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ആ മീനൂട്ട് അതോടൊപ്പം വഴിപാടുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആണ് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്? അദ്ദേഹം മിക്കവാറും ഈ ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടുകളും അദ്ദേഹത്തിന് ഇപ്പോൾ നമുക്കൊരു അറിയിപ്പ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ജില്ലാ ഭരണകൂടം അതിൻ്റെ വഴിപാടുകളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവും. മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ വഴിപാടുകളും അദ്ദേഹം ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മീനൂട്ടുകളെല്ലാം നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വരവിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ എല്ലാ രീതിയിലുള്ള അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞാലും ആ സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ബ്രഹ്മസ്വം മഠത്തിലെ വിദ്യാർത്ഥികളുടെ ഉച്ചാരണം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അത് പ്രോഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയില്ല. അത് ശരിക്കും അതോടൊപ്പം തന്നെ നെയ്ക്കണ്ടി സമർപ്പണം ഉൾപ്പെടെയുള്ള വഴിപാടുകളും അതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. നെയ്ക്കണ്ടി സമർപ്പണമായാലും ഈ പറഞ്ഞ പുഷ്പാഞ്ജലി ആയാലും പ്രതികരണം കൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. രാഗിൻ, ഞാൻ രാഗിലേക്ക് മടങ്ങി എത്താം. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെ മീനൂട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ്. അതിലുൾപ്പെടെ നരേന്ദ്രമോദി പങ്കെടുക്കും. ഒപ്പം തന്നെ രാമായണത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഭജനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നുണ്ട്.